നമസ്കാരം. 2024 ഏപ്രിൽ മാസത്തിൽ ഇന്ത്യയിലുടനീളം വിൽപ്പന നടത്തിയ ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങളുടെ സെയിൽസ് റിപ്പോർട്ടാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. കഴിഞ്ഞ മാസത്തെ, അതായത് മാർച്ച് മാസത്തെ മൊത്തം വിൽപ്പനയെ അപേക്ഷിച്ച് മെയ് മാസത്തിൽ വളരെ വലിയൊരു ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 1,36,559 ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങൾ ഇന്ത്യയിലുടനീളം മാർച്ച് മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചിരുന്നു. പക്ഷേ ഏപ്രിൽ മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 64,012 യൂണിറ്റ് സ്കൂട്ടറുകൾ മാത്രമാണ്. അതായത് മാർച്ച് മാസത്തെ അപേക്ഷിച്ച് പകുതിയിലും താഴെ 53% വലിയൊരു ഇടിവ്. ഫെയിം 2 സബ്സിഡി 2024 മാർച്ച് 31 അവസാനിക്കുമെന്നും അതിനുശേഷം വണ്ടികൾക്കെല്ലാം വില കൂടുമെന്നും അറിയാവുന്നതുകൊണ്ടും മാർച്ചിലെ വിൽപ്പന കുത്തനെ മോളോട്ടാണ് പോയത്. അതിനുശേഷം ഏപ്രിൽ മാസത്തിൽ വിൽപ്പന സാധാരണ രീതിയിലായെന്ന് മാത്രം. ആ ഒരു വ്യത്യാസമാണ് നമ്മളിവിടെ കണ്ടത്. മാത്രമല്ല ഇയർ എൻഡിങ്ങുമായിരുന്നു. എന്തായാലും ഇത്തവണ വിൽപ്പനയിൽ ആരൊക്കെയാണ് മുന്നിൽ എത്തിയതെന്നും ആരൊക്കെയാണ് പിറകോട്ട് പോയതെന്നും നമുക്ക് നോക്കാം. മാർച്ച് മാസത്തിൽ 5ാം സ്ഥാനത്തുണ്ടായിരുന്ന ഹീറോ മോട്ടോകോർപ്പ് വീഡ ഏപ്രിൽ മാസത്തെ വിൽപ്പനയിൽ ഏറ്റവും പിറകിൽ 7ാം സ്ഥാനത്താണ്. കഴിഞ്ഞ തവണ 7ാം സ്ഥാനത്തുണ്ടായിരുന്ന ബിഗോസ് ആണ് ലിസ്റ്റിൽ നിന്നും പുറത്തു പോയിരിക്കുന്നത്. മാർച്ച് മാസത്തിൽ 4077 സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച വിഡയ്ക്ക് ഏപ്രിൽ മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 946 സ്കൂട്ടറുകൾ മാത്രമാണ്. മാസാമാസ വിൽപ്പനയിൽ 77% വലിയൊരു ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ലിസ്റ്റിൽ നിന്നും ബിഗോസ് പുറത്തു പോയപ്പോൾ പകരം വന്നത് ജോയ് ഇ ബൈക്സ് ആണ്. വിൽപ്പനയിൽ അവരുള്ളത് 6ാം സ്ഥാനത്താണ്. മാർച്ച് മാസത്തിൽ 1021 ഇരുചക്ര വാഹനങ്ങൾ വിൽപ്പന നടത്താൻ സാധിച്ച ജോയ് ഇ ബൈക്സിന് ഏപ്രിൽ മാസത്തിൽ 1205 യൂണിറ്റുകൾ വിൽപ്പന നടത്താൻ സാധിച്ചിട്ടുണ്ട്. മാസാമാസ വിൽപ്പനയിൽ 18% വളർച്ച കൈവരിക്കാൻ ജോയ് ഇ ബൈക്സിന് സാധിച്ചിട്ടുണ്ട്. മാർച്ച് മാസത്തെ വിൽപ്പനയിൽ 6ാം സ്ഥാനത്തുണ്ടായിരുന്ന ഗ്രീവ്സ് ആംപിയർ ഒരു പടി മുകളിലേക്ക് കയറി ഏപ്രിൽ മാസത്തെ വിൽപ്പനയിൽ 5ാം സ്ഥാനത്താണുള്ളത്. ആംപിയർ നെക്സസ് എന്നൊരു മോഡൽ ഈയിടെ ഇവർ ലോഞ്ച് ചെയ്തിട്ടുമുണ്ട്. നെക്സസിന്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ഉടനെ തന്നെ ചാനലിൽ ചെയ്യുന്നതായിരിക്കും. മാർച്ച് മാസത്തിൽ 3011 സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച ഗ്രീവ്സ് ആംപിയറിന് ഏപ്രിൽ മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 2516 സ്കൂട്ടറുകൾ മാത്രമാണ്. മാസാമാസ വിൽപ്പനയിൽ 17% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏത്തറാണ് 4ാം സ്ഥാനത്തുള്ളത്. കഴിഞ്ഞ തവണ ഏത്തർ 3ാം സ്ഥാനത്തായിരുന്നു. മാർച്ച് മാസത്തിൽ 17,304 സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച ഏത്തറിന് പക്ഷേ ഏപ്രിൽ മാസത്തിൽ വെറും 4052 സ്കൂട്ടറുകൾ മാത്രമാണ് വിൽപ്പന നടത്താൻ സാധിച്ചത്. മാസാമാസ വിൽപ്പനയിൽ 77% വലിയൊരു ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ മാർച്ചിൽ സബ്സിഡി അവസാനിക്കുന്നതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിൽപ്പനയും അതിനുശേഷമുള്ള വിൽപ്പനയിലെ ഇടിവിനേക്കാൾ വളരെ കൂടുതൽ ഇടിവാണ് ഏത്തറിന് ഉണ്ടായിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് അതൊരു പക്ഷേ ഏത്തർ പുതിയ മോഡൽ റിസ്റ്റ ഇറക്കുന്നത് കൊണ്ടായിരിക്കും. ജനങ്ങൾ, പ്രത്യേകിച്ചും ഫാമിലി, ആ ഒരു വണ്ടിക്ക് വേണ്ടി കാത്തിരിക്കുകയാവണം. ബജാജ് ചേതക്കാണ് 3ാം സ്ഥാനത്തുള്ളത്. കഴിഞ്ഞ തവണ അവർ 4ാം സ്ഥാനത്തായിരുന്നു. മാർച്ച് മാസത്തിൽ 18,054 സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച ബജാജ് ചേതക്കിന് പക്ഷേ ഏപ്രിൽ മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 7,515 സ്കൂട്ടറുകൾ മാത്രമാണ്. മാസാമാസ വിൽപ്പനയിൽ 58% വലിയൊരു ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. TVS iQube 2ാം സ്ഥാനത്തുള്ളത്. കഴിഞ്ഞ തവണയും ഇവർ 2ാം സ്ഥാനത്ത് തന്നെയായിരുന്നു. മാർച്ച് മാസത്തിൽ 26,604 സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച iQube പക്ഷേ ഏപ്രിൽ മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 7,653 സ്കൂട്ടറുകൾ മാത്രമാണ്. മാസാമാസ വിൽപ്പനയിൽ 71% വലിയൊരു ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഓല 1ാം സ്ഥാനത്ത് തന്നെ തുടരുന്നു. മാർച്ച് മാസത്തിൽ 50,761 സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച ഓലയ്ക്ക് പക്ഷേ ഏപ്രിൽ മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 33,062 സ്കൂട്ടറുകൾ മാത്രമാണ്. മാസാമാസ വിൽപ്പനയിൽ 35% വലിയൊരു ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ഇലക്ട്രിക് ബൈക്കിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ റിവോൾട്ട് ചെറിയ രീതിയിലെങ്കിലും ഒരു തിരിച്ചുവരവ് നടത്തിയിട്ടുണ്ട്. കേരളത്തിൽ റിവോൾട്ടിന് പുതിയ ഡീലേഴ്സ് വരാൻ പോകുന്നുവെന്നും അതേപോലെ റിവോൾട്ട് സർവീസ് സെന്ററുകൾ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കുമെന്നുമാണ് അറിയാൻ സാധിച്ചത്. റിവോൾട്ടിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ മറ്റൊരു വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യാം. മാർച്ച് മാസത്തിൽ 594 ബൈക്കുകൾ വിൽപ്പന നടത്താൻ സാധിച്ച റിവോൾട്ടിന് ഏപ്രിൽ മാസത്തിൽ 743 ബൈക്കുകൾ വിൽപ്പന നടത്താൻ സാധിച്ചിട്ടുണ്ട്. മാസാമാസ വിൽപ്പനയിൽ 25% വളർച്ച കൈവരിക്കാൻ റിവോൾട്ടിന് സാധിച്ചു. ഇലക്ട്രിക് ബൈക്കുകളുടെ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ വിൽപ്പനയിൽ റിവോൾട്ടാണ് 1ാം സ്ഥാനത്തുള്ളത്. ടോർക്ക് മോട്ടോഴ്സ് ആണ് 2ാം സ്ഥാനത്തുള്ളത്. മാർച്ച് മാസത്തിൽ 360 ബൈക്കുകൾ വിൽപ്പന നടത്താൻ സാധിച്ച ടോർക്കിന് ഏപ്രിൽ മാസത്തിൽ 75 ബൈക്കുകൾ മാത്രമാണ് വിൽപ്പന നടത്താൻ സാധിച്ചത്. മാസാമാസ വിൽപ്പനയിൽ 79% വലിയൊരു ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അൾട്രാ വയലറ്റ് F77 എല്ലാ മാസവും 10ൽ താഴെ ബൈക്കുകൾ മാത്രമാണ് വിൽപ്പന നടത്താറുള്ളത് എന്ന് ഞാൻ പറയാറുണ്ട്.
മാർച്ച് മാസത്തിൽ 9 ബൈക്കുകൾ വിൽപ്പന നടത്താൻ സാധിച്ച അൾട്രാ വയലറ്റ് F77 ഏപ്രിൽ മാസത്തിൽ 6 ബൈക്കുകൾ മാത്രമാണ് വിൽപ്പന നടത്താൻ സാധിച്ചത്. മാസാമാസ വിൽപ്പനയിൽ 33% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ അൾട്രാ വയലറ്റ് F77 വിൽപ്പന അടുത്ത മാസം മുതൽ ചെറിയ രീതിയിലെങ്കിലും കൂടാനുള്ള സാധ്യത കാണുന്നുണ്ട്. കാരണം ഇവർ ഈയിടെ ഇവരുടെ മാക് 2 എന്ന പുതിയ വേരിയന്റ് പരിചയപ്പെടുത്തിയിരുന്നു. അതിൽ അവർ ബാറ്ററിയുടെ കപ്പാസിറ്റി കുറച്ച് വണ്ടിയുടെ വില കുറച്ചിരിക്കുകയാണ്. 4 ലക്ഷത്തിനും മുകളിൽ വില വരുന്ന വണ്ടിക്ക് ഏകദേശം 1 ലക്ഷം രൂപയ്ക്ക് അടുത്താണ് ഇവർ വില കുറച്ചിരിക്കുന്നത്. ഇതിന്റെ എക്സ് ഷോറൂം പ്രൈസ് 2,99,000 രൂപയാണ്. അൾട്രാ വയലറ്റ് F77 മാക് 2ന്റെ വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെയുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണാം.